പുതിയ പവർ ടീം അധികാരത്തിലെത്തിയപ്പോൾ സിബിൻ എന്ന കൗശലക്കാരനായ ഒരു എക്സലന്റ് ഗെയിമർ ഇന്ന് നമ്മൾ കണ്ടു. ശരിക്കും സിബിന്റെ മാസ്റ്റർ പ്ലാൻ വളരെ മികച്ചതായിരുന്നു. ഗബ്രിയെയും ജാസ്മിനെയും ഒരു പൊതു ശത്രുവായി പ്രഖ്യാപിച്ച് പഴയ പവർ ടീം ഒഴികെയുള്ള എല്ലാവരെയും ജാസ്മിനും ഗബ്രിക്കും എഗെയിൻസ്റ്റായി അവർ അണിനിരത്തി. അല്ലേ, സിബിന്റെ യുദ്ധം അങ്ങനെ ആരംഭിച്ചു. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഇവിടെ എവിടെയും ഒരു ഇൻഡിവിജ്വൽ ഗെയിം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതായത് സിബിന് ഗെയിം കളിക്കണമെങ്കിൽ മറ്റംഗങ്ങളുടെ സഹായം വേണമെന്നർത്ഥം. വലിയ ഒരു ഗ്രൂപ്പ് കേവലം 2 വ്യക്തികൾക്ക് എതിരെയായിട്ടാണ് കളിക്കുന്നത്. ഇതിനെയൊക്കെ നമ്മൾ ഗെയിമായി എടുത്താലും ഇന്ന് പൂജ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഗബ്രിയെ പോലെ പുറത്തായിട്ടൊക്കെ അകത്തേക്ക് തിരിച്ചു വന്നയാൾ ഇങ്ങനെ മോശമായി ബിഹേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലാലേട്ടൻ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഗബ്രിയെ പുറത്താക്കാൻ റിക്വസ്റ്റ് ചെയ്യണമെന്ന്. ഇതെന്തൊരു ഗെയിമാണ്! ഇതിനെയല്ലേ നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് എന്ന് പറയുന്നത്. ഇതേ സമയം ജിൻഡോയെ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു വലിയ തലവേദനയാണെന്ന് സിബിൻ ജാൻമോനിയോട് പറയുന്നുണ്ട്. ജിൻഡോ ശരിക്കും സിബിന്റെ ഫ്യൂച്ചർ എനിമയാണ്. അതുപോലെ ജിൻഡോയാണ് ജാസ്മിനെയും ഗബ്രിയെയും സെപ്പറേറ്റ് ഗ്രൂപ്പിലിടാൻ വേണ്ടിയിട്ട് പറയുന്നത്. പക്ഷെ ഇന്ന് ആ ക്രെഡിറ്റ് സിബിന് ഒറ്റയ്ക്ക് അങ്ങ് എടുത്തപ്പോൾ ജിൻഡോ ഹേർട്ട് ആവുകയും നന്ദനയോട് ആരെയും വിശ്വസിക്കരുതെന്ന് പറയുകയും ചെയ്തു. അതേപോലെ പവർ ടീമിന്റെ ദണ്ടെടുക്കാൻ സായി ട്രൈ ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു ടോക്ക് ഋഷിയുമായി സിബിൻ പങ്കുവെക്കുന്നുണ്ട്. സായിയുടെ ആ ഒരു ഗെയിം പ്ലാൻ സിബിൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ സായിയുടെ ഗെയിം പ്ലാനിനെ സിബിൻ അംഗീകരിക്കുന്നുണ്ട്. ഭാവിയിൽ സായി തനിക്കെതിരെ തിരിഞ്ഞേക്കാം എന്ന ഒരു ചിന്ത അവിടെ സിബിന്റെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. ഇനി പൂജ ണെങ്കിലും ഋഷിയോടും അർജുനോടും സംസാരിക്കുന്നത് ജസ്റ്റ് എന്റർടൈൻമെന്റ് വേണ്ടിയാണ് എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട അഭിഷേക് ശ്രീകുമാർ അപ്പോൾ ഞാനോ എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നിന്നോട് ഞാൻ അങ്ങനെയാണോ സംസാരിക്കുന്നത് എന്ന് പൂജ മറുപടിയും കൊടുക്കുന്നു. ഇനി പവർ ടീമിനുള്ളിൽ നമ്മുടെ ജാൻമോനി എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതിനെ ഡീല് ചെയ്യാൻ മറ്റാരും പോകരുതെന്നും പൂജയെ മാത്രമേ വിടാവൂ എന്നും അൻസിബ ഉപദേശിക്കുന്നുണ്ട് സിബിനെ. അതുമാത്രമല്ല, ഇനി അതിന് സാധിക്കുന്നില്ല എങ്കിൽ ജാൻമോനിയെ സ്വതന്ത്രമായി വിടണം എന്നാണ് അൻസിബ പറയുന്നത്. അതായത് ജിൻഡോയെയും ജാൻമോനിയെയും പവർ ടീം കെയർഫുള്ളി ഡീല് ചെയ്തില്ല എങ്കിൽ തിരിഞ്ഞു കൊത്താൻ സാധ്യതയുള്ള 2 ആൾക്കാരാണവർ. ജാസ്മിനെയും ഗബ്രിയെയും എല്ലാവരുമായി ചേർന്ന് ഒത്തുകളിച്ച് സൈഡാക്കാൻ സിബിന് സാധിച്ചാൽ അടുത്ത ഇര ചിലപ്പോൾ ജിൻഡോ തന്നെയായിരിക്കും. ഇതിനിടയിൽ വീക്ക് എന്ന് അവർക്ക് തോന്നുന്ന എല്ലാവരെയും ഇടയിലങ്ങ് തട്ടും. ഇപ്പോൾ അവരുടെ കൂടെ നടക്കുന്ന ഋഷിയും സേഫ് അല്ല. ഋഷിക്ക് അതിനെക്കുറിച്ച് യാതൊരു ബോധവുമില്ല എന്നാണ് ഋഷിയെ കാണുമ്പോൾ തോന്നുന്നത്. സിബിന്റെ കൂടെ നിന്നാൽ ചിലപ്പോൾ 2 സ്റ്റെപ്പ് മുന്നോട്ട് കടക്കാനായെന്ന് വരാം. പക്ഷെ 3ാമത്തെ സ്റ്റെപ്പ് കുഴിയിലേക്കാവും വീഴുക. അത്രയ്ക്കുണ്ട് സിബിന്റെ ഗെയിം പ്ലാൻ. ഇപ്പോൾ ക്യാപ്റ്റനും പവർ ടീമും ഒരേ ശരീരവും ഒരേ മനസ്സുമായി നമുക്ക് തോന്നുമെങ്കിലും ജിൻഡോ അൺപ്രഡിക്റ്റബിൾ ആണ്. കാത്തിരുന്ന് കാണാം. താങ്ക് യു.